ബ്രൂണോ എന്നുള്ള ക്യാരക്ടർ എനിക്ക് തരുന്ന ഹൈ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതുവരെയുള്ള കരിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുകയും ആൾക്കാർ സംസാരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ബ്രൂണോ. പുള്ളി ഒരു ഡയറക്ടറും കൂടെ ആവുകൊണ്ട് സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു മാജിക് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അതെങ്ങനെയാണ് അതിന്റെ വശം എന്നുള്ളതും എവിടേക്കാണ് അതിന്റെ ഹൈ വരുന്നതെന്നൊക്കെ ഉള്ളത് പുള്ളി ഭയങ്കരമായിട്ട് ബ്രില്യൻ്റ് ആയിട്ട് പുള്ളിക്ക് അറിയാം. അത് ഭയങ്കര രസമായിരുന്നു. നമ്മൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കില്ല, അടുത്തുനിന്ന് കണ്ടോണ്ടിരിക്കില്ല, നമ്മൾ അറിയാതെ ഇങ്ങനെ അടിപൊളി കൈയടിച്ചു പോയി. അമ്മാതിരി മൊമെന്റ് ആയിരുന്നു. എന്റെ ലക്കി ചാമാണ് ആക്ടേഴ്സും ഇങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ പോകുന്നത് നല്ലതായിരിക്കും. ഇപ്പോഴും സ്ട്രഗ്ലിംഗ് തന്നെയാണ്. അതിങ്ങിപ്പം ഈ സ്ട്രഗ്ലിംഗ് ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ലെന്നാണ് എനിക്ക്. ഇപ്പൊ എസ്റ്റാബ്ലിഷ്ഡ് ആയാലും നല്ല റോൾസ് വന്നുകൊണ്ടിരുന്നാലും നമുക്ക് ഈ സ്ട്രഗ്ലിംഗ് ഉണ്ടാവും. വേറൊരു തരത്തിലാണെന്നേ ഉള്ളൂ ഈ സ്ട്രഗ്ലിംഗ് ഉള്ളത്. ഇപ്പം ഞാൻ ജേർണലിസോ അങ്ങനെയൊന്നും പഠിച്ചു, അവർ പറഞ്ഞിട്ടുണ്ട് ജേർണലിസം പഠിച്ചവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹപ്പുറത്ത് ഞാൻ അപ്ലൈ ചെയ്തു. എനിക്കൊന്ന് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള അസിസ്റ്റന്റ് പ്രോഗ്രാം പ്രൊഡ്യൂസർ ആ സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ അതൊന്നും പഠിക്കാതെ വന്നത്, എനിക്ക് ഫീൽഡ് അല്ലാതെ വന്നത്. എനിക്ക് വേറൊരു ജോലിയും ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ചെയ്താലും ഞാൻ അതിൽ സക്സസ് ആവും. നമ്മൾ ചെയ്യുന്നതിൽ എന്തോ അതിൽ നമ്മൾ സക്സസ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിൽ നമ്മൾ ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ള വിചാരമുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് അങ്ങനെ നോക്കിയിട്ട് എനിക്ക് സിനിമയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ പഴയ 90s കാണുന്ന ഒരു പടമില്ലേ, മോഹൻലാൽ മുരളി ഒക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രാമ സാധനമല്ലേ. ഇപ്പൊ നമ്മൾ കുറെ കാലം മുമ്പൊക്കെ കണ്ടിട്ടുള്ള അങ്ങനത്തെ അതിനൊക്കെ ഭയങ്കര ഡെപ്ത് ഉണ്ടാവും ക്യാരക്ടേഴ്സിനൊക്കെ. കുറച്ചും കൂടെ ഇന്നത്തെ സിനിമക്കാളും കുറച്ചും കൂടെ ഡെപ്ത് ഉണ്ടാവും. ഞാൻ എപ്പോഴും 90s സ്റ്റക്ക് ആയിട്ടുള്ള ഒരാളാണ് സത്യം പറഞ്ഞാൽ. അവിടുത്തെ സിനിമയും അവിടുത്തെ കൾച്ചർ, അവിടുത്തെ തമാശകൾ, ഇതിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ 90s കിഡ്സ് ആവുകൊണ്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴെങ്കിലും അങ്ങനത്തെ ഉള്ള സിനിമ ചെയ്യണം. പറഞ്ഞ മുരളിയൊക്കെ ചെയ്ത പോലത്തെ ക്യാരക്ടർ, അങ്ങനെയൊക്കെ ലാലുവലസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളായിരുന്നു. അപ്പൊ തുടക്കകാലത്ത് ഈ സിനിമയിലേക്ക് ഒന്ന് എത്തപ്പെടാനുള്ള ഒരു സ്ട്രഗിളിംഗ് അത് വലിയൊരു സ്ട്രഗിളിംഗ് ആയിരുന്നു. കാരണം ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, വേറെ ആൾക്കാർ പലതും പറയും നമുക്ക് പറ്റാത്ത പണിയുണ്ട്, ഇതൊക്കെ വലിയവർക്ക് പറ്റുള്ളൂ, വീട്ടിലായാലും ബന്ധുക്കളായാലും ബാക്കി. പക്ഷേ ഇതിന് നല്ല കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു, അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പം ഓഡീഷനിൽ ഒരു റോള് കിട്ടിയെന്ന് പറഞ്ഞാൽ അയാൾ നല്ല നടനാവണമെന്നില്ല. ഓഡീഷനിൽ കിട്ടാതിരിക്കുക എന്ന് വെച്ചിട്ട് അയാളൊരു നല്ല നടന അല്ലാതിരിക്കുന്നുമില്ല, മനസ്സിലായില്ലേ? അന്ന് ഞാൻ കണ്ടുപിട്ടിയ കുറേ പേരുണ്ട്. അന്ന് ഇതേപോലെ എൻ്റെ അടുത്ത് വിഷമിച്ചിവിടെ എന്ത് പരിപാടിയാണ് അവർ കാണിക്കണമെന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ട്. അവരൊക്കെ ഇപ്പം സിനിമയിൽ അത്യാവശ്യം നല്ല സ്ഥലത്തൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്.